ഈ യുദ്ധം എപ്പോൾ അവസാനിക്കും? ഫെബ്രുവരി 28-ന് യുഎസും ഇസ്രായേലും ഇറാനെതിരെ ആരംഭിച്ച യുദ്ധം എപ്പോൾ അവസാനിക്കും? സാധാരണക്കാർ മുതൽ ഭരണാധികാരികൾ വരെ ലോകം ഉറ്റുനോക്കുന്ന ഒരു വിഷയമാണിത്. കാരണം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധം എന്നതിൽ നിന്ന് ഇതൊരു ആഗോള പ്രതിസന്ധിയായി ഇന്ന് പരിണമിച്ചിരിക്കുന്നു. മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളും കടന്ന് ഇറാനിൽ നിന്ന് മിസൈലുകൾക്ക് എത്തിച്ചേരാനാകാത്ത യുഎസിലെയും ഫിലിപ്പീൻസിലെയും അടുക്കളകളിലും തെരുവുകളിലും ഇതിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഇരട്ടിയായ ഫിലിപ്പീൻസിൽ തെരുവ് പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചുവെന്നും രാജ്യത്ത് ഇന്ധന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുവെന്നുമാണ് നാം ഇപ്പോൾ അറിയുന്ന അവസാനത്തെ വാർത്തകളിലൊന്ന്. ഇന്ത്യയിലും പാകിസ്ഥാനിലും ദക്ഷിണ കൊറിയയിലും വിയറ്റ്നാമിലും തുടങ്ങി ഫ്രാൻസിലും ബ്രിട്ടനിലും ഇറ്റലിയിലുമെല്ലാം ആശങ്ക കനത്തിട്ടുണ്ട്. അഥവാ ഇത് ഏതെങ്കിലും രാജ്യങ്ങൾ തമ്മിലുള്ള ചെറിയ യുദ്ധമല്ല, മറിച്ച് ഇത് ആഗോള യുദ്ധമായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ 80 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ വ്യാപാര പ്രതിസന്ധിയാണ് രൂപപ്പെട്ടിരിക്കുന്നതെന്ന് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ തന്നെ പറയുന്നു. അതുപോലെ 1970-കളിലെ ഇന്ധന പ്രതിസന്ധിയേക്കാൾ വലിയ പ്രതിസന്ധിയാണ് രൂപപ്പെട്ടിരിക്കുന്നതെന്ന് ഇന്റർനാഷണൽ എനർജി ഏജൻസി മേധാവി ഫാത്തിഹ് ബൈറൂൽ പറയുന്നു. അതിനാൽ ഈ യുദ്ധം എപ്പോൾ അവസാനിക്കുമെന്നത് ഓരോ രാജ്യത്തിനും അല്ല, ഓരോ വ്യക്തിക്കും പ്രാധാന്യമുള്ളതാണ്. യുദ്ധം അവസാനിക്കുന്നതിൽ യുഎസിന്റെയും ഇറാന്റെയും നിലപാടുകളാണ് തീർച്ചയായും അവസാന വാക്കായി മാറുക എന്നതിൽ തർക്കമില്ല. നിലവിൽ പുറത്തുവരുന്ന വെടിനിർത്തൽ ചർച്ച സംബന്ധിച്ച വാർത്തകളുടെ വെളിച്ചത്തിൽ പരിശോധിക്കുമ്പോൾ ഇരു രാജ്യങ്ങളും അതിവേഗത്തിൽ ഒരു യുദ്ധവിരാമത്തിന് സന്നദ്ധമാകുമെന്ന് പ്രതീക്ഷിക്കാനാവില്ല. അപ്രതീക്ഷിതമായ നിലപാടുകളും തീരുമാനങ്ങളും പ്രസ്താവനകളും നടത്തുന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വളരെ നല്ല രീതിയിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നാണ് അവകാശപ്പെടുന്നത്. എന്നാൽ അമേരിക്കയുമായി ചർച്ച നടക്കുന്നില്ലെന്നും നിലവിൽ മധ്യസ്ഥർ വഴി ലഭിച്ച 15 വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ വൺ സൈഡഡ് അഥവാ ഏകപക്ഷീയമാണെന്നുമാണ് ഇറാൻ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നത് ഏപ്രിൽ 6 വരെ നീട്ടിയതായ ട്രംപിന്റെ അവസാനത്തെ പ്രഖ്യാപനമടക്കം ചൂണ്ടിക്കാണിച്ച് വെടിനിർത്തൽ ചർച്ച അണിയറയിൽ സജീവമാണെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. എന്നാൽ കരയുദ്ധം ആരംഭിക്കാനുള്ള ഒരുക്കമാണ് അണിയറയിൽ നടക്കുന്നതെന്ന് സൈനിക സന്നാഹങ്ങളുടെ വർധനവ് ചൂണ്ടിക്കാണിച്ച് അഭിപ്രായപ്പെടുന്നവരുമുണ്ട്. ഈ സാഹചര്യത്തിൽ രണ്ട് സാധ്യതകളാണ് യുദ്ധത്തെക്കുറിച്ച് പ്രധാനമായും ഉയർന്നു വരുന്നത്. ഒന്ന്, കരയുദ്ധം ആരംഭിക്കുകയും നിലവിലെ പ്രതിസന്ധി കൂടുതൽ സങ്കീർണതയിലേക്ക് നീങ്ങുകയും ചെയ്യും. മറ്റൊന്ന്, വളരെ മിനിമം കാര്യങ്ങളിൽ പരസ്പരം ധാരണയിലെത്തി ഇറാനും യുഎസും ഒരു താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിക്കും. ആഗോള വിപണിയിലെ സമ്മർദ്ദങ്ങൾ അമേരിക്കയെ വേട്ടയാടുന്നുണ്ടെങ്കിൽ ഇത്തരമൊരു പരിഹാരമാകും നമുക്ക് പ്രതീക്ഷിക്കാനാവുക. ഈ ശുഭപ്രതീക്ഷ വിജയിക്കാനാണ് നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ സാധ്യത. എന്നാൽ യുദ്ധവെറിയിൽ കണ്ണുപൊട്ടിക്കഴിഞ്ഞാൽ സാധാരണ യുക്തികൾക്ക് ആയുസ്സില്ലാതാകും. അങ്ങനെയെങ്കിൽ ലോകം കാത്തിരിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്നായിരിക്കും.